എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. സെന്റ് ജോൺ ഇൻ ദ ഡെസേർട്ട്, വിശുദ്ധ യോഹന്നാന്റെ മരുഭൂമി. ഐൻകാരിമിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ ജെറുസലേമിലെ ഏറ്റവും വലിയ ആശുപത്രിയുടെ ഒരു വിഭാഗം ഹദഷ ഹോസ്പിറ്റൽ, അവിടെ നിന്ന് ഏവൻ സപ്പീർ വഴിയിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ മരുഭൂമിയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിലേക്ക് എത്തിച്ചേരും. ഇവിടുത്തെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്: ഒരു ഗുഹയും ഒരു ഉറവയും. ഈ ഉറവയ്ക്ക് അറബികൾ പറഞ്ഞിരുന്നത് ഐൻ എൽ ഹാബിസ് എന്നാണ്, ദ സ്പ്രിംഗ് ഓഫ് ദ ഹെർമിറ്റ്. മരുഭൂമിയിൽ താപസ ജീവിതം നയിച്ച ക്രിസ്തുവിന് വഴികാട്ടിയാകാനായിട്ട് മരുഭൂമിയുടെ ഏകാന്തവാസത്തിൽ തന്നെ ഒരുക്കിയ സ്നാപകന്റെ ആശ്രമ ജീവിതക്കാരുടെ മാതൃകയും മധ്യസ്ഥനുമായിട്ടുള്ള മുന്നോടിയുമായിട്ടുള്ള വിരക്ത വിശുദ്ധ ജീവിതത്തിന്റെ വഴികാട്ടിയായിട്ടുള്ള സ്നാപക യോഹന്നാൻ മരുഭൂമിയിലെ ഏകാന്തവാസം കഴിച്ചിരുന്ന സ്ഥലം. അവിടെ അവന് കുടിക്കാനായി ദൈവമൊരുക്കിയ ഉറവ. ഈ ഉറവ ഇന്നും സജീവമാണ്. ഇവിടെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് റഷ്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ, തങ്ങളുടെ മാമോദിസ വ്രതം നവീകരിക്കുന്നു. യഹൂദരിന്നും തിരുനാളുകൾക്ക് ഒഴുക്ക് വെള്ളത്തിൽ ശുദ്ധീകരിക്കേണ്ടതുകൊണ്ട് ഇവിടെ വന്ന് ശുദ്ധി വരുത്തുന്ന കർമ്മം ഇന്നും നടത്തുന്നു. ഗുഹാമുഖം അല്പം ചെറുതാണെങ്കിലും ഉള്ളിലേക്ക് കടന്നാൽ വിശാലമായ ഗുഹയാണ്. അതിൻ്റെ അറ്റത്ത് അൾത്താര പണിതിരിക്കുന്നത് യോഹന്നാൻ കിടക്കാറുള്ള സ്ഥലത്താണ്. അതിൻ്റെ പിന്നിൽ എലിസബത്ത് ഉണ്ണി യോഹന്നാനെ ഒളിപ്പിക്കുന്ന ചിത്രീകരണമാണ്. ഈ ഗുഹ ഓർക്കുക 2 രംഗങ്ങളാണ്. ഹെറോദോസിന്റെ പടയാളികൾ ഉണ്ണിപ്പൈതങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ അവരിൽ നിന്ന് ഓടി ഒളിച്ച് എലിസബത്ത് ഉണ്ണി യോഹന്നാനെ ഒളിപ്പിച്ച ഗുഹ. പിന്നീട് അങ്ങോട്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിലെ ഏകാന്തതയിൽ വളർന്നു വന്ന ഗുഹ. ഈ ഗുഹയിലാണ് നമ്മളായിരിക്കുക. ഇതിനു മുകളിൽ പണിതിരിക്കുന്ന പള്ളി 12-ാം നൂറ്റാണ്ടിൽ കുരിശുദ്ധക്കാർ പണിത പള്ളിയുടെയും ആശ്രമത്തിൻ്റെയും അസ്ഥിവാരത്തിലാണ് 1922 ബെർലുത്സി ഇന്ന് കാണുന്ന ആശ്രമം തീർക്കുക. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ അതിൻ്റെ മുഖവാരത്തിലും അൾത്താരയിലും താപസവര്യനായിട്ടുള്ള സ്നാപക യോഹന്നാന്റെ ചിത്രീകരണങ്ങളുണ്ട്. പുറത്തു കടന്ന് തോട്ടത്തിൽ മുകളിലോട്ട് കയറിയാൽ വിശുദ്ധ എലിസബത്തിന്റെ ശവകുടീരവും കാണാം. കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി യോഹന്നാൻ തന്നെ ഒരുക്കിയ ഇടം. ഇന്ന് എല്ലാം പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാലഘട്ടത്തിൽ ഓരോ വിജയത്തിന് പിന്നിലും തീക്ഷ്ണമായ ഒരുക്കമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ജീവിത ദൗത്യം പൂർത്തിയാക്കാൻ വ്യക്തതയോടെ, തീവ്രതയോടെ, തീക്ഷ്ണതയോടെ ഒരുങ്ങുന്നവരാകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴും.